everyone, once more welcome back to True Hobby channel. കഴിഞ്ഞ എൻ്റെ എല്ലാ വീഡിയോസും കണ്ട് എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ച എൻ്റെ വ്യൂവേഴ്സിന് ആദ്യമായിട്ട് നന്ദി പറയുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു എഗ് ഫ്രൈഡ് റൈസ് ആണ്. നമുക്ക് ഫ്രൈഡ് റൈസ് ഏത് രീതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നല്ല സ്റ്റൈലിലൊക്കെ അരിഞ്ഞ് പച്ചക്കറിയൊക്കെ അരിഞ്ഞ് നല്ല സ്റ്റൈലിൽ ആയിട്ടുണ്ടാക്കാം. പക്ഷേ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എത്രയും എളുപ്പത്തിൽ വളരെ നിസ്സാരമായിട്ട് നമ്മുടെ വീട്ടിൽ ഉള്ള അത്യാവശ്യം തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു എഗ് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. അതായത് ചില നമ്മുടെ പേരൻസൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ, എൻ്റെ പിള്ളേർ എഗ്ഗ് കഴിക്കത്തില്ല, ചില പേരൻസ് പറഞ്ഞു കേട്ടിട്ടുണ്ട് വെജിറ്റബിൾസ് കഴിക്കത്തില്ല. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് എഗ്ഗും കുറച്ച് വെജിറ്റബിൾസും എല്ലാം കൂടെ ഇട്ട് നമ്മളൊരു ഫ്രൈഡ് റൈസ് ആക്കി കൊടുക്കുമ്പോൾ ചിലപ്പോൾ മിക്കവാറും പിള്ളേർ ഇഷ്ടപ്പെട്ടെന്ന് വരും. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ ഒരു 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അരിയുടെ അളവൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം, നമ്മുടെ വീട്ടിൽ നമുക്ക് എന്തോരം വേണമെന്നുള്ള അനുസരണം ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തേക്കണേ. ഇത് നമ്മൾ ആദ്യമായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒന്ന് വാഷ് ചെയ്തിട്ട് ഞാനിതൊന്ന് ബോയിൽ വയ്ക്കാൻ പോവാണ്. അപ്പോൾ അതേ ഞാനിവിടെ അരി കഴുകി ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ചോറ് വയ്ക്കണ പോലെ തന്നെ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം. ഒത്തിരി നല്ലതായിട്ട് വേവരുത്. ഇതിനായിട്ട് ഞാൻ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ബോയിൽ ചെയ്യണം വരുന്ന സമയത്ത് തന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഒരു അരമുറി നാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട്. അതോടൊപ്പം ഒരു ശകലം എണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചോറ് വെന്ത് കഴിയുമ്പോൾ അത് സ്റ്റിക്കി ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് വേവാനായിട്ട് കാത്തിരിക്കാം. ശകലം ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഇടുക, അതിലേക്ക് ഒരു കുറച്ച് എണ്ണ കൂടി ഒഴിക്കുക. ഇത് നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസിന് ഉണ്ടാക്കണ പോലെ നമ്മുടെ ബാക്കി കറുവപ്പട്ടയോ കാടമുളോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇവിടെ ഞാൻ വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിന് കൂട്ടിലേക്ക് നമ്മൾ കുറച്ച് വെജിറ്റബിൾ, ഞാൻ ഇവിടുത്തെ എല്ലാ മിക്സഡ് വെജിറ്റബിളും ഇവിടെ ഫ്രോസണായിട്ട് കിട്ടുന്ന പാക്കറ്റ് കിട്ടുന്നതാണ്. നമുക്ക് ഫ്രഷ് ഉണ്ടെങ്കിൽ ഫ്രഷ് ഉപയോഗിക്കാം. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് വഴറ്റിടുക. ഇനി ഇത് നമുക്ക് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ വെജിറ്റബിൾ ഇതുപോലെ ഇങ്ങനെ മൂത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സെയിം ടൈമിൽ നമ്മുടെ ചോറ് അടുത്ത അടപ്പത്തിരുന്നുകൊണ്ട് വേവുന്നുണ്ട്. അപ്പം നമുക്ക് അത് വേവുന്നോട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഇതിലേക്ക് നമ്മളിനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നൊരു 4 മുട്ടയാണ്. അപ്പം നമ്മുടെ മുട്ട 4 ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തേക്കണേ. അപ്പോൾ 4 മുട്ട. പിന്നെ വെജിറ്റബിളും നിങ്ങളുടെ ഇഷ്ടം പോലെ ഫ്രഷ് ബീൻസോ ഫ്രഷ് ക്യാരറ്റ്, പിന്നെ സ്റ്റൈലിലൊക്കെ നമ്മൾ സമയമുള്ളവർക്കാണെങ്കിൽ അത് ചെരിച്ച് നല്ല നീളത്തിലേക്ക് അരിഞ്ഞെടുക്കാം. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എളുപ്പത്തിൽ, അതായത് ഫുൾ ടൈം ജോലി ചെയ്യുന്ന അമ്മമാർക്കൊക്കെ ഭയങ്കര എളുപ്പമുള്ളൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ പഴയ കാരണന്മാർക്ക് പറയത്തില്ല തട്ടിക്കൂട്ട്, വീട്ടിലുള്ളതെല്ലാം കൂടെ കൂട്ടി തട്ടിക്കൂട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ഉള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാം. ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം എങ്ങനെയാണ് അതിൻ്റെ സ്റ്റൈലിലേക്ക് ഒരു പാർട്ടിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന ആ വെജിറ്റബിൾ അരിയുന്ന രീതിയും നമ്മളെടുക്കുന്ന വെജിറ്റബിളൊക്കെ ആയിട്ട് ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു എഗ് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇടുന്നില്ല. അടുത്ത ഇതിലേക്കായിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യാണ്. ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയാൻ എളുപ്പമാണ്. ഇനി കുറച്ച് നമ്മൾ സോയ സോസ്, ഞാനൊരു 3 സ്പൂൺ സോയ സോസ് ഒഴിക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മുടെ ഹോട്ട് ചില്ലി സോസാണിത്. ഈ ഹോട്ട് ചില്ലി സോസ് വീട്ടിലില്ലാത്തവർക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മുളക്, നമ്മുടെ സാധാരണ മുളകോ അല്ലെന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ കാശ്മീരി മിക്സ് ചെയ്ത് കുറച്ച് മുളക് നമ്മൾ നല്ല വെള്ളത്തിൽ, തിളപ്പിച്ച വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് കുതിർത്തിയിട്ട് അത് ഇച്ചിരി വിനാഗിരി ഒഴിച്ച് നമ്മൾ നല്ലതായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന ഒരു ഹോട്ട് ചില്ലി സോസ് ആകും. അപ്പോൾ അത് ആഡ് ചെയ്യാൻ മതി. ഞാനിപ്പോൾ ഇതിനകത്തൊരു 4 സ്പൂണാണ് ഇടുന്നത്. നമ്മൾ എരിവിൻ്റെ അനുസരണം നമുക്ക് ഇടാം. നമ്മൾ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 4 സ്പൂൺ ഇട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യണേ. ഓൾറെഡി ഞാൻ ഇച്ചിരി വെജിറ്റബിൾ ഫ്രൈ ചെയ്തപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധികം ഉപ്പിടണ്ട, നോക്കിയിട്ടിട്ടാൽ മതി. പിന്നെ ഇനി നമ്മൾ ഇതെല്ലാം നല്ലതായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക. നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട്
ഇത് മിക്സ് ആവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ചോറ് വാർക്കാം. ഞാനപ്പോൾ ചോറ് വാർക്കാം. അപ്പോൾ നമ്മുടെ ഇത് ഈ വെജിറ്റബിളും എഗ്ഗും എല്ലാം കൂടി ഒന്ന് മിക്സപ്പ് ആക്കിയിട്ടിട്ടുണ്ട്. സെയിം ടൈമിൽ നമ്മുടെ ചോറ് ഇത് കണ്ടല്ലോ, നമ്മുടെ ചോറ് വാർത്തെടുത്തിട്ടുണ്ട് ഞാൻ. അതിങ്ങനെ വെന്ത് ഇങ്ങനെ അധികം വേവാണ്ട് ഇങ്ങനെ വിട്ടുവിട്ടിരിക്കുന്ന രീതിയിൽ അതിലേക്ക് ആഡ് ചെയ്യണം നമ്മൾ. അപ്പോൾ നമ്മുടെ ചോറും വെജിറ്റബിൾസും എല്ലാം കൂടെ മിക്സപ്പ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഓഫ് ചെയ്യുകയാണ്. ഇത്രേ ഉള്ളൂ. നമുക്കിനി വേറെ ബൗളിലായിട്ട് പകർത്തിയായിട്ട് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ തട്ടിക്കൂട്ട് എഗ് ഫ്രൈ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ തിരക്കേറിയ അമ്മമാർക്ക്, എന്നെപ്പോലുള്ള അമ്മമാർക്ക്, വീട്ടമ്മമാർക്ക് ഫുൾ ടൈം ജോലിയും കഴിഞ്ഞ് നമ്മൾ പിള്ളേരുടെ കാര്യവും കുടുംബവും എല്ലാം നോക്കിയിട്ടൊന്നും തിരക്കായിട്ടുള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ വീട്ടമ്മമാർ മാത്രം ഉദ്ദേശമല്ല കേട്ടോ, വീട്ടിലെ അപ്പന്മാർക്കും കൂടി ആകാം ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കി നിങ്ങൾ നമ്മുടെ പിള്ളേർക്കൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഞാനിപ്പോൾ അത് എൻ്റെ മോനോട് തന്നെ ചോദിക്കാം. പിന്നെ നമുക്ക് ഇതിനകത്ത് സ്പ്രിംഗ് ഓണിയനൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യാം കേട്ടോ. കാരണം അതൊക്കെ പിന്നെ നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കാനായിട്ട് പോകാനൊക്കെ നമുക്ക് സമയമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഉള്ള വെജിറ്റബിൾ മാത്രം ഇട്ടുണ്ടാക്കിയേക്കണേ. ഇപ്പോൾ സ്പ്രിംഗ് ഓണിയനോ മല്ലിയിലൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് ഒരു പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫ്രൈഡ് റൈസുമായിട്ട് ഞാൻ വരാം. അപ്പം ഞാൻ എൻ്റെ മോനോട് ചോദിക്കട്ടെ ഇത് എങ്ങനെയുണ്ട്, അതെല്ലാം ഓക്കെ ആണെന്ന് ചോദിക്കട്ടെ. അടിപൊളിയുണ്ട്. നല്ല എരിവുണ്ട്, നല്ല ഉപ്പുണ്ട്, മുട്ട ടേസ്റ്റ് അടിപൊളിയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന എഗ് ഫ്രൈഡ് റൈസ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആണെന്നാണ് മോൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കി നോക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയംഗമായ നന്ദി പറയുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് മറ്റൊരു വെറൈറ്റി ആയിട്ട് വരുന്നോടും വരെ എല്ലാവർക്കും ബൈ.